എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ അലീന ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. വൈജയന്തി ഹോസ്പിറ്റലിൽ നിന്ന് പോരുന്നത് മറ്റൊരു വാടക വീട്ടിലേക്കാണ് എങ്കിൽ പിന്നെ ഒരുപാട് ദിവസമൊന്നും ഞാനിവിടെ കാണില്ല എന്ന് അത് കൃഷ്ണമോളോട് പറയുന്നുണ്ട്. പിന്നെ വൈജയന്തിയുടെ പ്ലാസ്റ്ററൊക്കെ വെട്ടാറായെന്ന് തോന്നുന്നു. ഡോക്ടർ സ്കാൻ ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞായിരുന്നല്ലോ. ഏതായാലും വൈജയന്തിയെ കാണാൻ ചെല്ലുന്ന ബബിതയും മനുവൊക്കെ ആണെന്ന് തോന്നുന്നു. അവരോട് പറയുന്നുണ്ട് എൻ്റെ ശാപം അവളുടെ തലയ്ക്ക് മുകളിൽ കാണുന്ന കാരണം ആ വീട്ടിൽ നിന്ന് വൈജയന്തി ഇറങ്ങാനുള്ള കാരണം അലീനയാണല്ലോ. അതുകൊണ്ട് തന്നെ അലീനയുടെ തലയ്ക്ക് മുകളിൽ വൈജയന്തിയുടെ ശാപം ഉണ്ടാകും എന്ന് പറയുന്നു. അതുപോലെ ഈ വീട്ടിലോട്ട് വരില്ല എന്നും വേറെ വാടക വീട്ടിലേക്ക് പോവുള്ളൂ എന്നുള്ള തീരുമാനങ്ങളൊക്കെ അറിയിക്കുന്നു. അത് കഴിഞ്ഞ് മനു തിരിച്ചു വന്നു കഴിയുമ്പം എന്താടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്താ പറഞ്ഞത് എന്ന് ചോദിക്കുവാണ് എല്ലാവരും കൂടെ. ശിവനും രാജീവിനും കമലയും എല്ലാവരും ഉണ്ട്. അവർ ചോദിച്ചു കഴിയുമ്പം വൈജയുടെ തീരുമാനം മനു പറയും. അന്നേരം കമല പറയുന്നുണ്ട് വിനാശകാലെ വിപരീത ബുദ്ധി എന്നാണ് പറയുന്നത്. അതിന് ഇനി മാറ്റമൊന്നും കാണില്ല എന്ന്. പക്ഷേ ഈ കാര്യങ്ങളൊന്നും ബാലേന്ദ്രനെ ബാധിച്ചിട്ടില്ല. ബാലേന്ദ്രൻ്റെ ലക്ഷ്യം രോഹിത്തിനെ എങ്ങനെയെങ്കിലും പുറത്തേക്ക് കൊണ്ടുവരിക, ജാമ്യം മേടിച്ച് പുറത്തേക്ക് കൊണ്ടുവരിക എന്നതാണ്. അതുകൊണ്ട് തന്നെ ബാലേന്ദ്രൻ അലീനോട് പറയുന്നുണ്ട് അവൻ നിരപരാധിയാണ് എന്ന് അറിഞ്ഞിട്ടും സംഭവിക്കുന്നത് പോലെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ഈ വീടിനകത്ത് ഇങ്ങനെ ഇരിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല. അത്രയ്ക്ക് നിർഗുണനാണോ മോളെ ഞാൻ എന്ന് ചോദിക്കുന്നുണ്ട് അലീനയോട്. അത് കഴിഞ്ഞ് അവർ രണ്ടുപേരോട് തീരുമാനിക്കുവാണ് നമ്മുടെ മാമച്ചായൻ വഴി DGPയെ ഒന്നുകൂടി ഒന്ന് ബന്ധപ്പെടാൻ നോക്കാമെന്ന്. അതുകൊണ്ട് തന്നെ അവർ ഈ കാര്യം മാമച്ചായനെ വിളിച്ച് പറയുന്നുണ്ട്. അന്നേരം മാമച്ചായൻ പറയുന്നുണ്ട് ഞാൻ ഉറപ്പൊന്നും തരില്ല, ശ്രമിച്ചു നോക്കാമെന്ന്. ഇത് തന്നെയായിരുന്നു വക്കീലും പറഞ്ഞത്. മേലുദ്യോഗസ്ഥർ വഴി ഒന്ന് ശ്രമിച്ചു നോക്കണം, അങ്ങനെയെങ്കിലും രോഹിത്തിനെ ഇറക്കാൻ പറ്റുവാണെങ്കിൽ അതാണ് നല്ലത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരണ്യയുടെ വീട്ടുകാരുമായി ബന്ധപ്പെട്ടിട്ട് ആ കാര്യങ്ങൾ നടന്നില്ല എങ്കിൽ അങ്ങനെയാണ് DGP ശരണ്യയുടെ അച്ഛനെയും അവരുടെ സമുദായ നേതാവിനെയും പിന്നെ ഒരു വനിതാ നേതാവ് വന്നായിരുന്നല്ലോ, ബക്കറ്റ് പിരിവിന് വേണ്ടി നടക്കുന്ന വനിതാ നേതാവ്, അവരെയും വിളിപ്പിക്കുന്നുണ്ട്. അവിടെ വെച്ച് അവരോട് സംസാരിക്കുന്നുണ്ട്. അന്നേരം ശരണ്യയുടെ അച്ഛൻ സംശയമുണ്ട് എന്നുവെച്ചാൽ രോഹിത്തിന് ചെറിയ സംശയം ഉണ്ടെന്നേ പറഞ്ഞോളൂ എന്തൊക്കെ പറയുന്നു. ദേഷ്യം വന്നിട്ട് DGP ചോദിക്കുന്നുണ്ട് ഒരു നിരപരാധിയെ കൂടി നിങ്ങൾക്ക് തൂക്കിലേറ്റണം, അവൻ്റെ ജീവിതം കൂടി നശിപ്പിക്കണമല്ലേ എന്നൊക്കെ ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ടായിരിക്കും രോഹിത്തിന് ജാമ്യം കിട്ടുന്നുണ്ട്. അവൻ വീട്ടിലോട്ട് വന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ അവനൊന്നും നടക്കാൻ പോലും പറ്റുന്നില്ല കേട്ടോ. നേരാവണ്ണം വയ്യാതെ പയ്യെയാണ് വീടിൻ്റെ ഉള്ളിലോട്ട് കയറി വരുന്നത്. അതിനുശേഷം അവൻ്റെ റൂമിൽ പോയി അവൻ വാതിലടയ്ക്കുന്നു. ഏതായാലും ഇതൊരു സന്തോഷ വാർത്തയാണല്ലോ. ആ സന്തോഷ വാർത്ത ചൂടാറാതെ തന്നെ ബബിത വൈജയന്തിയെ വിളിച്ച് അറിയിക്കുന്നുണ്ട്. വൈജയന്തിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. വൈജയന്തി ബബിതയോട് പറയുന്നു നീ ഈ ഫോൺ ഒന്ന് രോഹിത്തിന് കൊടുക്കുകയെ, അവനോട് എനിക്ക് സംസാരിക്കണമെന്ന്. ഏതായാലും ബബിത ഡോറിൻ്റെ അടുത്ത് പോയി തട്ടി വിളിക്കുന്നുണ്ട് രോഹിത്തിനെ. അന്നേരം വാതിൽ ഓർക്കുന്ന രോഹിത്ത് ഇങ്ങനെ വിറഞ്ഞു തുള്ളി നിൽക്കുക. ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് എൻ്റെ റൂമിൽ വന്ന് ആരെങ്കിലും തട്ടി വിളിച്ചാലുണ്ടല്ലോ എന്ന് പറഞ്ഞിങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുവാണ്. ഏതായാലും ആ ഒരു ദേഷ്യത്തിൽ ഫോൺ കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ. ഏതായാലും വാതിലടിച്ച് പോരുന്നു. അത് കഴിഞ്ഞ് വൈജയന്തിയുടെ കാര്യം പറയുമ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട് ഞാനാ വിളിക്കുന്നേ എന്ന് അവനോട് പറഞ്ഞില്ലേ എന്ന്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അന്നേരം മോൻ ഓടി വന്ന് ഫോൺ എടുക്കുമെന്നാണ് അവരുടെ വിചാരം. ഏതായാലും സ്കൂളിൽ നിന്ന് വരുന്ന കൃഷ്ണമോളും ഈ സന്തോഷ വാർത്ത അറിയുന്നുണ്ട്. കൃഷ്ണമോൾക്കും ഭയങ്കര സന്തോഷമൊക്കെ ആവുന്നുണ്ട്. ഇത് കഴിഞ്ഞ് രോഹിത്തിനെ കഴിക്കാനുള്ള ഫുഡൊക്കെ അലീന റൂമിൽ കൊണ്ടുവയ്ക്കുവാണ്. അവന് ഭയങ്കര ദേഷ്യമാണ് കേട്ടോ. ജീവിതം തൊലഞ്ഞു പോയല്ലോ എന്നോർത്ത് അതിൻ്റെ ഫ്രസ്ട്രേഷനാകും. ആ കൊണ്ടുവച്ചേക്കുന്ന ഫുഡൊക്കെ അവൻ തട്ടിത്തെറിപ്പിക്കും. ഞെട്ടി തിരിഞ്ഞു നോക്കുന്ന അലീനയാണ് കാണിക്കുന്നത്. ഇതെല്ലാം അവൻ്റെ ആ മാനസികാവസ്ഥയും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവാം. അലീന ഒന്നും മിണ്ടുന്നില്ല. അലീന വന്ന് അതെല്ലാം അവിടുന്ന് പെറുക്കിയെടുക്കുവാണ്, ക്ലീൻ ചെയ്യുവാണ്. അത് നോക്കി നിൽക്കുന്നുണ്ട് രോഹിത്. ആ സമയത്ത് അവൻ്റെ മുഖത്ത് വലിയ ദേഷ്യ ഭാവമൊന്നും കാണുന്നില്ല. എല്ലാ സങ്കടവും ഉള്ളിൽ ഒതുക്കി പിടിവിട്ട് പോകുന്നതാകാം. അത് രോഹിത് ബേസിൻ്റെ അവിടെ വന്ന് ചുമച്ച് തുപ്പുന്നുണ്ട്. തുപ്പുമ്പോൾ പുറത്തേക്ക് വരുന്ന ബ്ലഡാണ് കേട്ടോ. ഇടിച്ച് കലക്കി വെച്ചേക്കുവാണ് ദേഹം മൊത്തം എന്നാണ് തോന്നുന്നത്. ഏതായാലും രോഹിത് ഭയങ്കര ക്ഷീണിച്ച് അവശനായ ഒരവസ്ഥയെ തന്നെയാണ്. ഏതായാലും നല്ലൊരു കിടുക്കാച്ചി പ്രൊമോയാണ് വന്നേക്കുന്നത്. അടുത്ത ആഴ്ചയിലും ഈ ആഴ്ചയിലും ഒക്കെ എപ്പിസോഡുകൾ ഇനി നല്ല സൂപ്പറായിരിക്കും. നമുക്ക് കാത്തിരിക്കാം.